ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നു. അതായത് ഈ തെരുവുനായ ശല്യത്തിലൊരു ദേശീയ നയം വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും തെരുവുനായ ശല്യം അതിഗുരുതരമായി തുടരുമ്പോഴാണ് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഡൽഹിയിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധി തിരുത്തിക്കൊണ്ടാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ കക്ഷി ചേർത്തുകൊണ്ട് ഒരു ദേശീയ നയം, എന്താണ് തെരുവ് നായ്ക്കളെ ചെയ്യേണ്ടത് എന്നുള്ള ദേശീയ നയം പ്രഖ്യാപിക്കപ്പെടും. എല്ലാ കേസുകളും ഇനി സുപ്രീം കോടതിയിലേക്ക് മാറ്റാനും പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ആളുകൾക്ക് സൗകര്യപ്രദമായ സുഖകരമായൊരു തെരുവുനായ നിയമം അല്ലെങ്കിൽ നയം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മറ്റു ചില വാർത്തകളിലേക്ക് കടക്കുകയാണ്. സ്വപ്ന സുരേഷ് പ്രതിയായ സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിച്ചു. കസ്റ്റംസ് വകുപ്പ് 12 കോടി രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. മുൻ കോൺസൽ ജനറൽ, അഡ്മിൻ അറ്റാഷെ, എക്സ്ചാർജ് DFIs എന്നിവർക്ക് 6 കോടി രൂപ വീതമാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. വിവരാവകാശ രേഖയിൽ എത്ര തുക അടച്ചുവെന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കോൺസുലേറ്റിലെ മുൻ നയതന്ത്ര പ്രതിനിധികൾക്ക് 12 കോടി രൂപ പിഴ ചുമത്തിയെന്നാണ് കസ്റ്റംസ് വകുപ്പ് അധികൃതർ വിവരാവകാശ മറുപടിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും അതേപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ ബാധിക്കുന്ന തരത്തിലും കുറ്റകൃത്യം നടത്തിയ UAE കോൺസുലേറ്റിലെ മുൻ നയതന്ത്ര പ്രതിനിധികൾ എത്ര തുക പിഴയായി അടച്ചു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ കസ്റ്റംസ് വകുപ്പും അതേപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് തയ്യാറാവാത്തതെന്ന് വ്യക്തമാക്കണം. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും ഇത്തരമൊരു തീരുമാനം, ഒരു വെർഡിക്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. രാജ്യാന്തര ബന്ധങ്ങളിലൊക്കെ തന്നെ ഇതിന് ചെറിയ അനുരണനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ഗോവിന്ദൻ നമ്പൂതിരി നൽകിയിട്ടുള്ള വിവരാവകാശ രേഖയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ശിവശങ്കരനടക്കം പ്രതിയായ കേസിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടായിരുന്നു. ആ കേസിൽ പിന്നീട് UAE കോൺസുലേറ്റിലെ ജീവനക്കാരായിട്ടുള്ള സരിത്തും സ്വപ്ന സുരേഷും ഒക്കെ തന്നെ കേസിൽ പ്രതിയായതും അതിൻ്റെ അഴിമതി കഥയും ഒക്കെ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചുവെങ്കിലും ആ കേസ് പിന്നീട് വലിയ ശ്രദ്ധ ആകർഷിക്കാതെ പിന്നീട് അത് മങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് നിലവിൽ അന്നത്തെ ജീവനക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് 6 കോടി രൂപ വീതമാണ് കസ്റ്റംസ്, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കോടതി നടപടികളുടെ ഭാഗമായി തന്നെ തുടർ നടപടി എന്ന ഓണം പ്രോസിക്യൂഷൻ 6 കോടി രൂപ വീതം ഫൈൻ ഇവർക്ക് വേണ്ടി ഇതിൽ ചുമത്തിയിട്ടുള്ളത്. ഇതിൽ എത്ര രൂപ ഇവർ അടച്ചു എന്നത് പക്ഷേ വിവരാവകാശ രേഖയിലില്ല. ഇനി ഒരു പക്ഷേ ഇവരത് പണം അടച്ചിട്ടില്ലെങ്കിൽ കോടതിയുടെ ഭാഗമായി ജയിൽ ശിക്ഷ അടക്കം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ 6 കോടി രൂപ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി അടയ്ക്കാൻ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ സാവകാശം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വരുന്ന നടപടികൾ, തുടർ നടപടിയുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അറിഞ്ഞുകൊണ്ട് നടന്നു എന്നുള്ള വലിയ ആരോപണം വന്നിരുന്നു. പക്ഷേ പിന്നീട് അത്തരം കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം വരാതെ ഈ സ്വർണം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ കേസ് ഇപ്പോഴും അന്വേഷണ പരിധിയിലുണ്ട്. ഇതിൻ്റെ അന്വേഷണം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെ ചില രഹസ്യാത്മകമായ കാര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ എക്സൈസും കസ്റ്റംസും ഒപ്പം തന്നെ സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ കീഴിൽ ഈ കേസുണ്ട്. ഈ കേസ് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കടത്ത് ഇടപാടുകളെ സംബന്ധിച്ച് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം ഉന്നത ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ പങ്കുവന്നു, ഇത്തരത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഇടപാടുകൾ ആ ചാനലിലൂടെ, ആ മാർഗത്തിലൂടെ ഇത്രയും സ്വർണം കടത്തിക്കൊണ്ടുവന്ന കേസിൽ മറ്റു ഉദ്യോഗസ്ഥർക്ക് കൂടി പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർക്ക്, മുൻ UAE കോൺസുലേറ്റിലെ 2 ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗമായി 12 കോടി ഇരുവർക്കും പിഴ അല്ലെങ്കിൽ ഇതിൽ ശിക്ഷാ നടപടികളുടെ ഭാഗമായി ചുമത്തിയിട്ടുള്ളത്. SKN മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു മനീഷ്. ഓണക്കാലമായി ഒരുപാട് മലയാളികൾ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര ചെയ്യും. ഈ ഓണം സമുചിതമായി ആഘോഷിക്കാൻ
എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓണം ആഘോഷിക്കുക ഒരു മലയാളിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നു. ഓണത്തിന് പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ അനുവദിച്ചു എന്ന വാർത്തയാണ്. 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എ.വി. ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പറയൂ ജയശങ്കർ, അത്രയും ട്രെയിനുകൾ കൊണ്ട് നമ്മുടെ കാര്യം നടക്കുമോ? എല്ലാ വർഷവും ഈ ആഘോഷ കാലഘട്ടങ്ങളിൽ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി യാത്രാ പ്രശ്നമാണ്. ഇത്തവണ എന്തായാലും റെയിൽവേ അതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ നഗരങ്ങളെ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈയിലേക്ക് 6 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളും മംഗളൂരുവിലേക്ക് 22 സർവീസുകളും ബംഗളൂരുവിലേക്ക് 18 സർവീസുകളും വേളാങ്കണ്ണിയിലേക്ക് 10 സർവീസുകളും ഒപ്പം തന്നെ പട്നയിലേക്ക് 36 സർവീസുകളും ഇതിനോടകം തന്നെ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സർവീസുകളുമായി ബന്ധപ്പെട്ട ട്രെയിനിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ റെയിൽവേയുടെ സൈറ്റുകളിലുണ്ട്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ട്രെയിൻ സർവീസുകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഉൾപ്പെടെ ഈ ഘട്ടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓണം അവധി ആരംഭിക്കുന്നതും ഓണം അവധി അവസാനിക്കുന്ന സമയം ക്രമീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റെയിൽവേ 92 സ്പെഷ്യൽ ട്രെയിനുകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് മലയാളികളുള്ള പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനുകളൊപ്പം തന്നെ ഇതിനോടൊപ്പം 10 ട്രെയിനുകൾക്ക് അധിക കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് ദിവസയാത്രക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിന് ഉള്ളിലൂടെ പോകുന്ന ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത്. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, ഒപ്പം തന്നെ വഞ്ചിനാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് അധിക കോച്ചുകളുണ്ട്. ഒപ്പം തന്നെ മലബാറിലേക്ക് പോകുന്ന മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിനും അധിക കോച്ചുണ്ട്. ഈ ട്രെയിനുകളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് ഈ ആഘോഷ സീസണുകളിൽ വരാറ്. എന്തായാലും റെയിൽവേ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിലവിൽ അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യഘട്ടമെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അധിക സ്പെഷ്യൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എസ്കെൻ അപ്പോഴും ഈ യാത്രാ ക്ലേശത്തിന് ഒരു കുറവ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മലയാളികൾ ഒന്നാകെ കേരളത്തിലേക്ക് എത്തുമ്പോൾ എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ കേരളത്തിലെ ആൾക്കാരൊക്കെ കുടിച്ചു കൂത്താടുന്ന കാണുമ്പോൾ ഇതുകൊണ്ട് എന്ത് നേട്ടം എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ജീവിതം തന്നെ കട്ടപ്പുകയായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്ത് ജീവിക്കാനുള്ള പണം എടുത്ത് കുടിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ നമ്മൾ പരിതപിക്കാറുണ്ട്. എന്നാൽ ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ബിവറേജസ് കോർപ്പറേഷനിലെ സ്ഥിരം ജീവനക്കാർക്ക് ബോണസ് പ്രഖ്യാപിച്ചു. 1,02,500 രൂപയാണ് ഈ കൊല്ലത്തെ ബോണസ്. കഴിഞ്ഞ കൊല്ലം ഇത് 95,000 രൂപയായിരുന്നു. ഇത്ര നല്ല ലാഭം ഉണ്ടാക്കിയതുകൊണ്ടും ഒരുപാട് ആളുകൾ നന്നായി കുടിച്ചതുകൊണ്ടുമാണ് ഇത്രയും ജീവനക്കാർക്ക് ഇത്തവണ സമുചിതമായി ഓണം ആഘോഷിക്കാൻ കഴിയുന്നത്. അതേസമയം കുടിച്ചവരുടെ വീട്ടിൽ ചിലപ്പം പട്ടിണിയാകുമോ എന്ന സംശയവും എടുത്തു പറയണം. മനീഷ് മഹിവാൽ കുടിയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരം നിന്ന് ചേരുകയാണ്. പിന്നാലെ ബോണസും പറയും മനീഷ്. എസ്കെൻ, സംസ്ഥാന ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം കൊണ്ടുതരുന്ന ഒരു കോർപ്പറേഷനാണ് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനാണ് ഇത്തവണ 6,000-ഓളം ജീവനക്കാർക്കാണ് ബോണസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 4,000-ഓളം വരുന്ന സ്ഥിരം ജീവനക്കാർക്കാണ് 1,02,500 രൂപ ഈ 4,000 സ്ഥിരം ജീവനക്കാർക്കും ലഭിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സംസ്ഥാനത്ത് ഓരോ വർഷവും വിറ്റുവരവിൽ ഗണ്യമായ വർധനമുണ്ടാകുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ. ഇതിൻ്റെ ഭാഗമായി ഈ 4,000 സ്ഥിരം ജീവനക്കാർക്ക് മാത്രമല്ല, കടകളിലെ ഹെഡ്ക്വാർട്ടേഴ്സിലെയും ഒപ്പം തന്നെ ക്ലീനിങ് സ്റ്റാഫിനും എംപ്ലോയ്മെൻറ്റ് സ്റ്റാഫിന് ഇവരൊക്കെ തന്നെ കരാർ ജീവനക്കാരാണ്. ഇവർക്ക് 6,000 രൂപ അധികമായി ബോണസ് നൽകുന്നു, അതായത് ബോണസ് തുക നൽകുന്നു. ഒപ്പം തന്നെ സുരക്ഷാ ജീവനക്കാർക്ക് 12,500 രൂപ കൂടി നൽകുന്നുണ്ട്. സുരക്ഷാ ജീവനക്കാർ ഓരോ ബീവറേജ് ഔട്ട്ലെറ്റിലും 2-3 ജീവനക്കാരുണ്ടാകും. അത്തരത്തിൽ 500-ന് താഴെ ഔട്ട്ലെറ്റുകൾ കേരളത്തിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ തന്നെ വലിയൊരു അളവിൽ ജീവനക്കാർക്ക് ബോണസ് നൽകുന്നു. ഒപ്പം തന്നെ ഈ വരുമാന വർധനവും ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരമാണ്. 2022-23 കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ വിറ്റുവരവ് 19,700 കോടി രൂപയായിരുന്നു ഒരു വർഷത്തെ വിറ്റരവ്. അത് പിന്നീട് 2024-25 ആ വർഷത്തേത് 19,050 കോടി രൂപയാണ്. അങ്ങനെ ഇത്രയും അധികം വരുമാനം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണസ് തുകയിലും ഗണ്യമായ വർധനമുണ്ടായത്. 1,02,500 രൂപയിലേക്ക് എത്തുന്നത്. ഇന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോണസ് ചർച്ചയിലാണ് ഇത്രയും തുക നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ
ഇതുമായി ബന്ധപ്പെട്ട് 95,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷമുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തുക 7,500 രൂപയാണ് ഇത്തവണത്തെ ബോണസ്. ഇനി അടുത്ത വർഷം, അതായത് ഈ വരുന്ന ഓണത്തിൻ്റെ കണക്കത് അടുത്ത സാമ്പത്തിക വർഷം 2025-26 വർഷം എന്ന രീതിയിൽ അടുത്ത ഓണത്തിന് ബോണസ് നൽകുമ്പോൾ ഇതിലും കൂടുതൽ ബോണസ് ഉണ്ടാകും. ഇപ്രാവശ്യത്തെ ഓണത്തിന് റെക്കോർഡ് വിറ്റുവരവാണ് ബീവറേജ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ലഹരി കുറഞ്ഞ, അതായത് വീര്യം കുറഞ്ഞ മദ്യം കുറച്ചുകൂടി നികുതി ഇളവ് വരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ലഹരി കുറഞ്ഞ, വീര്യം കുറഞ്ഞ മദ്യം നടപ്പിലാക്കാനുള്ള പദ്ധതികളും ബീവറേജ് കോർപ്പറേഷൻ ഇതിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ഇനി പ്രതികരിക്കുമോ, എക്സൈസ് വകുപ്പ് പ്രതികരിക്കുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട്. നിലവിൽ ഓൺലൈൻ വഴിയുള്ള ഡെലിവറി വേണ്ട എന്നാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. SK മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ബെപ്കോയിലെ ജീവനക്കാർക്ക് ബോണസ് കിട്ടിയതിൽ അസൂയ മൂത്ത ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിശ്വസിച്ച് കളയരുത്. ഞാൻ ഈ കുടി കൂടുമ്പോഴൊക്കെ ഞാൻ അസ്വസ്ഥപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഈ പരിപാടികളിൽ വരുന്ന ആൾക്കാർ അവരുടെ ദുഃഖഭാരം ഇറക്കി വയ്ക്കുമല്ലോ പരിപാടിയിൽ. അപ്പം മിക്കവാറും കുടുംബം തകർന്നു പോയതിൻ്റെ ഒരു കാരണം മദ്യമായിരിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ, വിദേശ നാട്ടിലുള്ള ആൾക്കാർ മദ്യം കഴിക്കുന്നതല്ലല്ലോ. കുടിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് കുടിച്ച് 10 പേര് അറിയണം, എൻ്റെ കുടുംബം ഞാൻ കുട്ടിച്ചോറാക്കി അടങ്ങും എന്നുള്ള രീതിയിലുള്ള പോക്ക. അതുകൊണ്ട് ഞാനങ്ങ് പരിതപിച്ചതാണ്. 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ആ ഒരു വാർത്തയും ഇതിൻ്റെ പിന്നാലെ വരുന്നു. 1000 കോടി രൂപയുടെ ബാധ്യതയാണ് ക്ഷേമനിധി ബോർഡിന് ഇപ്പോൾ ഉള്ളത്. വിവിധ ആനുകൂല്യങ്ങളും മുടങ്ങിയതോടെ ഈ ഓണക്കാലവും നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് പ്രതിസന്ധിയുടെ കാലമായിരിക്കും. 2024 മാർച്ചിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമായത് കഴിഞ്ഞ ദിവസമാണ്. അത് ഇതുവരെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടില്ല. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായവും മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങളാണ് മറ്റൊരു ഓണക്കാലമാകുമ്പോഴും എന്ന് വിതരണം ചെയ്യും എന്ന ആശങ്കയിൽ നിൽക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പിരിഞ്ഞ 3,80,000 ആളുകളാണുള്ളത്. ഒരാൾക്ക് 1,600 രൂപ നിരക്കിൽ പെൻഷൻ വിതരണം ചെയ്യാൻ ഒരു മാസം 60,80,00,000 രൂപ വേണം. ഒരാൾക്ക് മാത്രം 25,600 രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക. ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചെങ്കിലും നടപ്പായില്ല. മൊത്തം ബോർഡിൽ ഏകദേശം 21 ലക്ഷം തൊഴിലാളികളാണുള്ളത്. അതിൽ 3,80,000 പേര് പെൻഷനായിട്ടുണ്ട്. ഇത് പ്രകാരം ഇപ്പോൾ 16 മാസം, ഈ ഓഗസ്റ്റ് മാസം കൂടെ പൂർണ്ണമായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 17 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ, നമ്മൾ മാരക രോഗങ്ങൾ പിടിപെട്ട തൊഴിലാളികൾ, ആ തൊഴിലാളികൾ മരണപ്പെട്ടു പോയിട്ട് പോലും ആ തൊഴിലാളികളുടെ കുടുംബത്തിന് ആ ആനുകൂല്യം കൊടുക്കാൻ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. മരണാനന്തര ചികിത്സ, വിവാഹ ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട്. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 100 കോടി രൂപയും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 150 കോടി രൂപയും വായ്പയെടുത്താണ് മാസങ്ങൾക്ക് മുൻപ് കുറച്ച് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത്. 2015 897 കോടി രൂപ ബോർഡിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു. 24 കോഴിക്കോട്. ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ചയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. ആരും ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് മോഹിക്കേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബിൽ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരെന്നും ബീഹാറിലെ റാലിയിൽ മോദി പറഞ്ഞു. സെന്തിൽ ബാലാജിയെ പോലെയുള്ളവർ ജയിൽ കിടന്ന് ഭരിക്കണമെന്നാണ് പറയുന്നതെന്ന് തിരുനെൽവേലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ പാർട്ടികൾ അഴിമതിക്ക് കുടപിടിക്കുന്നവരാണെന്ന് വിമർശിക്കുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്ര നടക്കുന്ന ബീഹാറിലെത്തിയ നരേന്ദ്രമോദി അഴിമതിക്കാർക്കെതിരെയാണ് ബില്ലെന്ന് പ്രഖ്യാപിച്ചു. ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരാണ്. ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആരും കരുതേണ്ട. हमने कुछ समय पहले ही देखा है कि कैसे जेल से ही फाइलों पर साइन किए जा रहे थे. വൈകിട്ട് തമിഴ്നാട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതേ നിലപാട് ആവർത്തിച്ചു. പൊന്മുടിയും സെന്തിൽ ബാലാജിയും ജയിലിൽ കിടന്ന് ഭരിക്കണമെന്നാണോ ബില്ലിനെ എതിർത്ത തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നതെന്ന് അമിത്ഷാ ചോദിച്ചു. DMK के वरिष्ठ मंत्री के पोनमुडी जी और सेंथिल बालाजी 8-8 महीने तक जेल में रहे. जेल में रहकर सरकार चला सकते हैं क्या? NDA ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള BJPയുടെ നീക്കമായി പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ വിമർശിക്കുമ്പോൾ അഴിമതിക്കെതിരായ പോരാട്ടമാണെന്ന് കാട്ടി പ്രതിരോധിക്കുകയാണ് BJP. 24 ചെന്നൈ. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്കൊപ്പം ആധാർ കാർഡ് ഉപയോഗിച്ച് പട്ടികയിൽ പേര് ചേർക്കാമെന്ന് സുപ്രീം കോടതിയുടെ വിധി. അപേക്ഷ ഓൺലൈൻ വഴി നൽകിയാൽ മതിയാകും. പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള കമ്മീഷൻ നടപടിയിൽ സഹകരിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ സുപ്രീം കോടതി കണക്കിന് ശാസിച്ചു. സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ കേസിൽ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തു.
ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മാലിയ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർണായക നിർദ്ദേശം. വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കാൻ വിസമ്മതിച്ച കോടതി ആധാർ രേഖയായി അംഗീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ആധാർ രേഖയായി അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു തുടക്കം മുതലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. സംസ്ഥാനം വിട്ട് പുറത്തുപോയവർക്ക് ഓൺലൈൻ വഴി പരാതികൾ നൽകാൻ സൗകര്യമൊരുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇതുവരെ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 85,000 പേർ മാത്രമാണ് പരാതി നൽകിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതിൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ നൽകിയത് വെറും 2 പരാതികൾ മാത്രം. 1,65,000 ബൂത്ത് ലെവൽ ഏജന്റുമാരെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിട്ടുള്ളത്. കമ്മീഷൻ നടപടികളുമായി നിസ്സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും കോടതി കണക്കിന് ശകാരിച്ചു. ഓരോ BLA-മാരും ദിവസവും 10 വീടുകൾ വെച്ച് സന്ദർശിച്ചാൽ ഒരാഴ്ച കൊണ്ട് പരാതികൾ പരിഹരിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളോട് സഹകരിക്കാനും കോടതി രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. അടുത്ത തവണ കേസ് കേൾക്കുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു. നിലവിലെ സ്ഥിതി സംബന്ധിച്ച സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഒഴിവാക്കപ്പെട്ട 65 ലക്ഷം പേരുടെ വിവരങ്ങളും ഒഴിവാക്കിയതിന്റെ കാരണവും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സെപ്റ്റംബർ 8-ന് കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. കടുവയെ കിടുവ പിടിച്ചു എന്നൊക്കെ നമ്മൾ ചൊല്ലി പറയാറില്ലേ? അതേപോലെ സംഭവം. ആക്രമിക്കാനെത്തിയ പുലിയെ നായ കീഴ്പ്പെടുത്തി. 300 മീറ്ററോളമാണ് പുലിയെ നായ വലിച്ചടിച്ചു കൊണ്ടുപോയത്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ അതിപ്പോൾ കാണാം. പുലിയെ കണ്ടില്ലേ? കടിച്ച് പിടിച്ച് നായയോടാ കളി. ഇതുപോലൊരു നായയെ പുലി ജീവിതത്തിൽ കണ്ടു കാണത്തില്ല. 1.5 നായ. സപ്പോർട്ട് ഒരു നായ ഉണ്ട്. പുലിക്ക് വലിയ നാണക്കേടായി. പേഴ്സണാലിറ്റി ഫെയിലൂറാ. ഇതെങ്ങോട്ടാ കൊണ്ടുവന്ന്? മ്യൂസിയത്തിലോട്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ് ഒരു പുലിയായി മാറി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിലൂടെ. ആ പട്ടിയെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ നമുക്ക് വീട്ടിൽ നിർത്താൻ വേണ്ടി? SKN വളരെ അപൂർവതയുള്ള ഒരു കാഴ്ചയാണ്. ഒരിക്കലും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഒന്നും കാണുന്നില്ല. സാധാരണ പുലി ഇറങ്ങി നായ്ക്കളെ കടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പുലിയെ നായ കീഴ്പ്പെടുത്തുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. നാസിക്കിലെ നിഫാദ് ടൗണിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. രാത്രി ഇരപിടിക്കാൻ ഇറങ്ങിയ പുലി തെരുവ് നായ്ക്കൾ ഒന്നിനെ ആക്രമിക്കാൻ വേണ്ടി എത്തുന്നു. പക്ഷേ ആക്രമണം തിരിച്ചായി പോയി. പുലിയെ നായ കടിച്ച് ആക്രമിക്കുകയും പിന്നീട് നായയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പുലിക്ക് കഴിയാതെ പോകുന്ന ഒരു കാഴ്ച കാണുന്നു. പുലിയെ നായ കടിച്ച് 300 മീറ്ററോളം നീങ്ങി എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആളുകൾ നോക്കിയിരിക്കുകയാണ്. കാരണം ആ സമയത്ത് പുലിക്ക് ഓടി മാറാൻ കഴിയുന്നില്ല. നായയുടെ പിടിയിലാണ്. ആളുകൾ ഒപ്പം ചുറ്റും കൂടുന്നുണ്ട്, ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിൽ പുലിക്ക് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. സമീപത്തെ ഒരു വയലിലേക്ക് പുലി ഓടി മാറുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് ആ പുലിയെ ഇപ്പോൾ തേടുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ ചികിത്സ വേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷെ പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നായ്ക്ക് കാര്യമായ പരിക്കുകളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN എന്തായാലും നമ്മൾ ഈ പുലിയെ പിടിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ നിയമപ്രശ്നമാവും. എന്നാലും ആ നായ്ക്കൊരു സല്യൂട്ട് കൊടുക്കണം. എന്തായാലും പുലിയും നായും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോട്ടയത്തെ ഉപയോഗിക്കാത്ത വെള്ളത്തിന് വൻ തുക ബില്ല് നൽകി വാട്ടർ അതോറിറ്റി. ചാലക്കുന്ന് സ്വദേശി ലിനുമേരി ജോർജിനാണ് വൻ തുക ബില്ലായി വന്നത്. ഒരു ഇരുട്ടടി. ഫെബ്രുവരി മാസത്തിൽ 20 രൂപയായിരുന്നു ബില്ല്. ഏപ്രിൽ മാസമായപ്പോൾ അത് 12,434 രൂപയായി ഉയർന്നു. വെള്ളത്തിന് നല്ല തീവല. ജൂണിൽ 27,634 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഓണമൊക്കെ വരികയല്ലേ 43,182 രൂപയുമാണ് ബില്ലടിച്ചു കൊടുത്ത്. ഈ ബില്ല് കിട്ടിയ ആൾ ജീവനോടുണ്ടോ എന്തോ സംശയം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ആരംഭിക്കുന്നു. ആദ്യം ഒരു പ്രതികരണം. ബില്ല് വന്നിട്ടുണ്ട്, കൂടിയ ബില്ല്. അത് ആദ്യമേ 12,000 സംതിങ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് 27,000 വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം 43,000 സംതിങ് അങ്ങനെ ഒരു ഇതിൽ വന്ന് കിടക്കുന്നത്. 2 മാസം മുന്നേ നമ്മളിവിടെ മീറ്റർ അഴിച്ചെടുത്ത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചതാണ്. പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ അവിടെ തന്നെ വാട്ടർ അതോറിറ്റി തന്നെ പരാതി കൊടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ചു, ഓവർസിയറെ വിളിച്ചു. എല്ലാവരും ആളാം പ്രതി പിടിക്കുക. അവർ വരാന്നൊക്കെ പറയും, ആളെ വിടാന്നൊക്കെ പറയും. നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളമാണിത്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വെള്ളമല്ലിത്. ഫെബ്രുവരിയിൽ 320 രൂപ, ഓഗസ്റ്റ് ആയപ്പോൾ 43,282 രൂപയുടെ വെള്ളം കുടിച്ചു. ശരിക്കും അവർ വെള്ളം കുടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ടോബി ജോൺസൺ ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. പറയൂ ടോബി.
എസ്കെൻ, തീർച്ചയായിട്ടും ഈ ലിനു എന്ന് പറയുന്ന വീട്ടമ്മ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ വലിയ ബില്ല്, അതായത് ഏപ്രിൽ മാസത്തിലാണ് ഈ 12,000 രൂപയുടെ ഒരു ബില്ല് വരുന്നത്. അത് വന്നപ്പോൾ തന്നെ ഇവർ അത് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ ഈ മീറ്റർ അഴിച്ച് ഈ വാട്ടർ അതോറിറ്റി ഓഫീസിൽ കൊണ്ടുപോയി നൽകി. ഇത് നമുക്ക് വേണ്ട, തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വന്ന ബില്ലാണ് ഞെട്ടിച്ചത്. 27,000 രൂപയുടെ ബില്ല് വന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 43,282 രൂപയുടെ ഒരു ബില്ല് കൂടി വന്നിരിക്കുന്നു. ഇങ്ങനെ പരാതികൾ ഈ വാട്ടർ അതോറിറ്റി ഓഫീസ് കയറി ഇറങ്ങി ഇവർ നൽകിയിട്ടും യാതൊരു നടപടിയും ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വലിയൊരു പിഴവ് തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും അത് പരിഹരിച്ച് ഇതുവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഈ വാട്ടർ കണക്ഷൻ എടുക്കുന്നത്. ഇവർക്ക് വീട്ടിൽ സ്വന്തമായി കിണറുണ്ട്. അവിടെ നിന്നാണ് ഭർത്താവും ഒരു കുട്ടിയുമുള്ള ഈ 3 അംഗ കുടുംബം അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ജലനിധി പദ്ധതിയുടെ ഭാഗമായി ഈ പ്രദേശത്തൊക്കെ വാട്ടർ കണക്ഷൻ വന്നപ്പോൾ ഇവരോടും വേണമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ എടുത്തു വെച്ച് ഏതെങ്കിലും സാഹചര്യത്തിൽ വരൾച്ചയോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ, വെള്ളം കിട്ടാത്തൊരവസ്ഥയാവുകയാണെങ്കിൽ ഈ വാട്ടർ പൈപ്പ് ലൈൻ ഉപയോഗപ്പെടുത്താമെന്നാണ് കരുതിയാണ് അവർ എടുത്തത്. പക്ഷേ അതൊരു വലിയ പ്രശ്നമായി മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. ആദ്യം 160 രൂപ ആദ്യത്തെ മാസം വന്നു. പിന്നീട് അത് 360 രൂപയായി. പിന്നീട് കഴിഞ്ഞ ഏപ്രിൽ 12,000 രൂപയാകുന്നു. അവിടെ നിന്നും ജൂണിലേക്ക് വരുമ്പോൾ 27,000 രൂപയാകുന്നു. ഇപ്പോൾ 43,000 രൂപ എത്തി നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് അടയ്ക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, കേസാകുമോ എന്നുള്ള ആശങ്ക. ഇങ്ങനെ ബില്ല് വരാതിരിക്കാൻ വേണ്ടി പരാതി കൊടുത്തു. മന്ത്രിക്ക് തന്നെ, ജലവകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി അയച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഈ വീട്ടമ്മ പറയുന്നത്. എസ്കെൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു. പാർട്ടി നടപടിയോടെ വിവാദം അടഞ്ഞ അധ്യായമാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24 പറഞ്ഞത്. രാഹുലിനെതിരായ പരാതികൾ വിശദമായി അന്വേഷിക്കാൻ കോൺഗ്രസ് അന്വേഷണ സമിതിയെ നിയോഗിക്കും. അത് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ അധ്യായം. എന്നാലും ഒരു യുവ MLA-യിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ പാർട്ടി നടപടി എടുത്തല്ലോ, ദാറ്റ്സ് ഓൾ. രാജിവെക്കണമെന്നൊരു ആവശ്യം മറ്റു പാർട്ടികളെക്കാളെല്ലാം വേഗത്തിൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ അത്ര DFA ഒക്കെ പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. അവർക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചുലച്ച വിവാദത്തിൽ ഇതാദ്യമായാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയോടെ വിവാദം അടഞ്ഞെന്ന് KC വേണുഗോപാൽ. രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് നേതൃത്വം പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. CPIM പോലും രാജി ആവശ്യപ്പെടുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഞാൻ ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം സശ്രദ്ധം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആലോചിക്കട്ടെന്നാണ്. അത്രമാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ. കാരണം CPM ഇത്തരം കേസുകളിൽ ഇതിനേക്കാൾ ഗൗരവമേറിയ കേസുകൾ ആലോചിച്ചിട്ടില്ല. ആരോപണം ഉയർന്നപ്പോൾ M മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന CPIM നിലപാട് ഉയർത്തി പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. രാഹുലിനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കാൻ വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തി സമിതിയെ നിയോഗിക്കും. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് അനാവശ്യ പിന്തുണ നൽകിയെന്ന വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട്. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഗുരുതരമായ വെളിപ്പെടുത്തൽ. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ സമീപിച്ചെന്ന് യുവതി പറഞ്ഞു. വിവാഹ അഭ്യർത്ഥനയ്ക്ക് ശേഷം പിന്നീട് പിന്മാറി. പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ, ഹൂ കെയേഴ്സ് എന്നായിരുന്നു മറുപടി എന്നാണ് യുവതിയുടെ ആരോപണം. യുവതിയും രാഹുലും തമ്മിലുള്ള ചാറ്റുകളും 24 കിട്ടി. 24 ഫോളോ അപ്പ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പുറത്തുവരുന്നത്. ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം, സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്പർ വാങ്ങിയ ശേഷം പിന്നീട് ടെലഗ്രാം വഴിയായിരുന്നു സംഭാഷണം. ടൈമർ സെറ്റ് ചെയ്ത് വായിച്ചാൽ ഉടൻ ഡിലീറ്റ് ആകുന്ന രീതിയിൽ സെറ്റിംഗ്സ് മാറ്റിയാണ് ചാറ്റ്. ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ സമീപിച്ചു. ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നതിന് ശേഷം വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പറയുന്നത് ഐ ഡോണ്ട് കെയർ, ഹൂ കെയർ.
സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ തന്നോട് പറഞ്ഞെന്നും വെളിപ്പെടുത്തൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. നിതിൻ അംബുജൻ, 24 കൊച്ചി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച പരാതിയിൽ സത്യം പുറത്തുവരാതെ രാഹുലിനെ തള്ളാനില്ലെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്. ആരുടെ ഭാഗത്താണ് സത്യമെന്ന് അന്വേഷണത്തിലൂടെ തെളിയട്ടെ. രാഹുൽ തങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നയാളാണ്. പരാതിക്കാരുടെ രാഷ്ട്രീയവും പരിശോധിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അമയ്യ പ്രസാദ് 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. BJP പ്രവർത്തക കൂടിയായിട്ടുള്ള അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചൊരു പരാതിയുണ്ട്. ആ പരാതിയെ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് കാണുന്നത്? അതിനെപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? പിന്തുണ എന്ന് പറയുമ്പോൾ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിപ്പോൾ കമ്മ്യൂണിറ്റി എന്നതിലുപരി ആരായിരുന്നാലും ശരി. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ളൊരു കാര്യം അറിയണം. സത്യം അറിയാതെ അതിനെ പിന്തുണയ്ക്കുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും സത്യം അറിയണമല്ലോ. അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, ആൾ പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് തന്നെ അറിയണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് BJP നേതൃത്വത്തിൻ്റെ ഒരു അറിവോട് കൂടിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അവന്തിക തന്നെ പറയുന്നുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ജില്ലാ പ്രസിഡന്റിനോടാണ് സംസാരിച്ചതെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പാർട്ടി ബേസിൽ അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്നുള്ള കാര്യത്തിനോട് അറിയണം. അങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ട്? സംശയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണോ? അങ്ങനെ എന്തെങ്കിലും അനുഭവം താങ്കൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു മോശം അനുഭവം അദ്ദേഹത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടായതായിട്ടുള്ള അറിവുണ്ടോ? ഇല്ല, ഇതുവരെയും കമ്മ്യൂണിറ്റിക്കകത്ത് ആരും ഇതുവരെയും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്ത് ഇതുവരെ ആരും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ട് എന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് പുള്ളിയെ അറിയാം. നല്ലൊരു സുഹൃത്ത് ബന്ധമാണ്. കാര്യങ്ങൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. നല്ല രീതിയിൽ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തായതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൽ അധികാരത്തിന് വേണ്ടി കൂട്ടയടി തുടങ്ങിയെന്ന വാർത്ത. സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ബാഹുബലിയിലെ കട്ടപ്പയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രം പോസ്റ്റ് ചെയ്താണ് അബിൻ വർക്കിക്കെതിരെ വിമർശനം ഉയർത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കത്തിന് പിന്നിലുള്ള നേതാവെന്ന സംശയത്തിലാണ് യൂത്ത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾ ഒന്നടങ്കം അബിൻ വർക്കിക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിശ്വസ്തനായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് അബിൻ വർക്കിക്കെതിരെ കടുത്ത നീക്കം നടത്തിയത്. ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അബിൻ വർക്കിയുടെ ചിത്രം കൂടി വെച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിജിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെ അബിനെ ലക്ഷ്യമിട്ടുള്ള ശകാര വർഷമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്നത്. ഒരുത്തന്നെ ചോരയിൽ ചവിട്ടി നേതാവാകാമെന്ന് ആരും വിചാരിക്കേണ്ടെന്ന കുറിപ്പിൽ എ ഗ്രൂപ്പിൻ്റെ നീക്കത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യവും വെളിവാക്കപ്പെട്ടു. തമ്മിലടി മുറുകിയതോടെ ദേശീയ സെക്രട്ടറി പുഷ്പലത ഇടപെട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി മാറ്റി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒടുവിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കാൻ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് തമ്മിലടി. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും KM അഭിജിത്തിനെ അധ്യക്ഷനാക്കാൻ MK രാഘവൻ MPയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലാണ് KC വേണുഗോപാലിന്റെ പിന്തുണ. സാമുദായിക സന്തുലനം കൂടി പാലിച്ചായിരിക്കും തീരുമാനം. സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്ത് നിർദ്ദേശം വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഞാൻ ഇടയ്ക്ക് ചില്ലറ പനി പിടിച്ച കാര്യമൊക്കെ രാവിലെ മോർണിംഗ് ഷോ പറഞ്ഞില്ല. അപ്പോൾ ചില ആൾക്കാർ വന്ന് പനി കഴിഞ്ഞ് വന്നു പിന്നെ കമൻറ്റ് ബോക്സിലോട്ട് നോക്കുന്നില്ല. കാര്യം കമൻറ്റ് ബോക്സ് കൊണ്ട് മടുത്തു. അർജു പറയുന്നു കമൻറ്റ് ബോക്സിലെ കാര്യങ്ങളുകൊണ്ടാണോന്ന് അറിയില്ല, അത് പ്രതികരണമൊന്നും വായിക്കുന്നില്ല. അപ്പോൾ നാളെ പോലെ നമുക്ക് കാര്യമായിട്ട് അങ്ങ് വായിക്കാം. വാർത്തകൾ ഒരുപാട് വരുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ കമൻറ്റ് ബോക്സ് മടുക്കുക, കമൻറ്റ് ബോക്സും നമ്മളുമായിട്ടുള്ള ആത്മബന്ധം അങ്ങനെയൊന്നും പോകാൻ പോകുന്ന കാര്യമല്ല. ഇത് എല്ലാ പ്രേക്ഷകരുമായിട്ട് പറയാം. കമൻറ്റ് ബോക്സ് ഈ പരിപാടിയുടെ ഒരു പ്രധാന ഭാഗമാണ്. അതേപോലെ മോർണിംഗ് ഷോയിലും. ഇനി വാർത്തയിലേക്ക്. പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നുള്ള യുവതിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ കുടുംബം രംഗത്ത് വന്നു. അന്വേഷണം നടക്കുന്നത് ശരിയായ ദിശയിലല്ലെന്ന് ആത്മഹത്യ ചെയ്ത ആശയുടെ ഭർത്താവ് ബെന്നി പറഞ്ഞു. പ്രതികളെ സംരക്ഷിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ ഇനിയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പോലീസിൻ്റെ അനാസ്ഥയാണിതെന്ന് ബെന്നി 24 പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ആൻമരിയ സണ്ണി നമുക്കിപ്പോൾ മലപ്പുറം നിമിഷങ്ങൾക്കകം ചേരുകയാണ്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. പോലീസിൻ്റെ അനാസ്ഥ തന്നെ ആയിരിക്കുള്ളൂ എന്നുള്ളതാണത്. അല്ലെങ്കിൽ പിടിക്കണ്ടല്ലേ? മറ്റേ മൊബൈലിൻ്റെ ഇത് നോക്കി ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റൂലേ? മുഖ്യ പ്രതിനെ കണ്ടെത്തിയാലേ ഇതിന് മെയിനായിട്ട് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുള്ളൂ. ആളെ തന്നെ അത് മുഖ്യമന്ത്രിക്കും സൈബർ സെല്ലിനും
പരാതി കൊടുക്കണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കണം, അതിൻ്റെ പേരിലാണ്. അന്വേഷണം കൃത്യമാണെങ്കിൽ അവർ പിടിക്കണ്ടല്ലോ. ഇപ്പോൾ 5 ദിവസത്തിൽ കൂടുതലായില്ലേ, എന്തുകൊണ്ട് പോലീസിന് പിടിക്കാൻ പറ്റുള്ളത്? പിന്നെന്തിനാ പോലീസ് നമുക്ക്? ആൻമരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആൻമരിയ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിശദാംശങ്ങൾ. സംഭവം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം പോലീസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ഈ പരാതി ആദ്യം നടന്നു കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ, ഇത് ഒത്തുതീർപ്പാക്കുന്നതിൽ മുതൽ തന്നെ ഈ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഈ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പോലീസിനെതിരെ പരാതിയുമായിട്ട് കുടുംബം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നത്. പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ളത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ മുൻപോട്ട് വരുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തിരുന്നു, പിന്നീട് ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. ഇതുൾപ്പെടെ ഈ അന്വേഷണം നടക്കുന്നതിലുൾപ്പെടെ കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിക്കുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആശയുടെ ഭർത്താവ് ബെന്നി ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നും കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നും ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടുള്ള അന്വേഷണമല്ലെന്നും കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നാളെ കുടുംബം പരാതി നൽകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിക്ക് അവർ പരാതി നൽകുകയും ചെയ്യും. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. 2 പ്രതികളെ, പ്രധാനമായിട്ടുള്ള പ്രദീപ്, ബിന്ദു എന്നീ 2 പ്രതികൾ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ആശ ആത്മഹത്യ ചെയ്ത അന്ന് ഇവർ ഒളിവിൽ പോയതാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുമാണ് കുടുംബം പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു ആൻമരിയ. തൃശൂർ DCC പ്രസിഡന്റിനെതിരെ പരാമർശം നടത്തിയ INUC നേതാവിൽ നിന്ന് KPCC വിശദീകരണം തേടി. INUC നേതാവ് സുന്ദരൻ കുന്നത്തുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരസ്യ പ്രതികരണം അച്ചടക്ക ലംഘനവും അപകീർത്തികരവുമെന്ന KPCC 5 ദിവസങ്ങൾക്കകം മറുപടി നൽകാൻ നോട്ടീസിൽ നിർദ്ദേശം നൽകി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ സൂരജ്. കഴിഞ്ഞ ദിവസം നടന്ന INUCയുടെ ജില്ലാ ജനറൽ കൌൺസിലിൽ DCC പ്രസിഡന്റിന് ക്ഷണമുണ്ടായിരുന്നില്ല. പിന്നീട് DCC പ്രസിഡന്റ് ക്ഷണിക്കാതിരുന്നതിനെ തുടർന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്ന പ്രതിപക്ഷ നേതാവ് അവസാന നിമിഷം പിന്മാറുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഈ വേദിയിൽ വെച്ച് DCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സുന്ദരൻ കുന്നത്തുള്ളി ഒരു പരസ്യ പ്രതികരണം DCC പ്രസിഡന്റിനെതിരെ നടത്തുന്നത്. അത് പരസ്യ വിമർശനം തന്നെയായി മാറി. പിന്നീട് മാധ്യമങ്ങളിലടക്കം അത് വലിയ വാർത്തയായി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KPCC നടപടി എടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ 5 ദിവസത്തിനകം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിശദീകരണം തേടിയിരിക്കുന്നത്. ഇത് അപകീർത്തിപരമായ ഒരു പരാമർശമാണ് സുന്ദരൻ കുന്നത്തുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അച്ചടക്ക ലംഘനം ഉണ്ടായി എന്നും KPCC കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും 5 ദിവസത്തിനകം നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് KPCCയുടെ ആലോചന. SK. ഇനി നമുക്ക് ചെറിയതായി ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-ാം തീയതിയോ 25-ാം തീയതിയോ നടപ്പാക്കുമെന്ന് ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടനാ സ്ഥാപകനുമായ ഡോക്ടർ K. പോൾ പറയുന്നു. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. നിമിഷപ്രിയ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും കൂടി അദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. നിമിഷപ്രിയ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കോടതിയെ സമീപിച്ചതെന്നാണ് KA പോളിന്റെ വിശദീകരണം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 24-നോ 25-നോ നടപ്പാക്കും. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ 3 ദിവസത്തേക്ക് വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ ആവശ്യപ്പെട്ട് തലാലിന്റെ കുടുംബം വീണ്ടും പ്രോസിക്യൂഷനെ സമീപിച്ചുവെന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും മൗനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ കത്ത് നൽകിയെന്നും KA പോൾ. I read the letter that I got from Nimisha Priya from Yemen prison. KA പോൾ മാനസിക പ്രശ്നങ്ങളുള്ളയാളെന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചു. അയാളുടെ അവകാശവാദങ്ങൾ അനുഭാവപൂർവ്വം കണ്ടാൽ മതിയെന്നും മറുപടി. ഈ മാനസികാസ്വാസ്ഥ്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരോട് കുറച്ച് അനുതാപത്തോടു കൂടി നമ്മൾ പെരുമാറണം. ഹർജിയിൽ സുപ്രീം കോടതി അറ്റോർണി ജനറലിന് നോട്ടീസ് അയച്ചു. തിങ്കളാഴ്ച ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഹർജി പരിഗണിക്കും. 24 ഡൽഹി. കൊച്ചി നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ 115 കേസുകളുമായി പിഴ ചുമത്തി 10 ലക്ഷം രൂപ
പിഴ ചുമത്തപ്പെട്ടു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് 15 കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തു. ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ആൻമരിയ, പറയൂ. എസ്കെൻ, കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ വലിയ തരത്തിലുള്ള പരിശോധന കൊച്ചി നഗരത്തിൽ മുഴുവനായിട്ട് നടക്കുന്നത്. ഇന്ന് മേനക ജംഗ്ഷനിലും തൃപ്പൂണിത്തറ അടക്കമുള്ള പ്രദേശങ്ങളിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ 115 കേസുകൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ വന്നിരിക്കുന്നത് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ്. 15 കേസുകളാണ് അതിൽ വന്നിരിക്കുന്നത്. മുഴുവനായിട്ടും 10 ലക്ഷത്തിലധികം തുകയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. അതിൽ ഈ യാത്രക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത്, യൂണിഫോം ധരിക്കാതടക്കമുള്ള കാര്യങ്ങളിലും ഈ കേസ് എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഈ രീതിയിൽ തുടരുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിലും പരിശോധന ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു ആൻമരിയ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്.